സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരിച്ചിരുന്ന ക്യൂൻ വിക്ടോറിയയെപ്പറ്റി നാം എല്ലാവരും തന്നെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. വല്ലപ്പോഴുമൊക്കെ തൻ്റെ രാജ്യത്തിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട പ്രജകളുടെ ഭവനം സന്ദർശിച്ച് അവരുമായി പ്രാർത്ഥനയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്രകാരം ഒരിക്കൽ ഒരു വിധവയും ഉറച്ച ദൈവവിശ്വാസിയുമായ ഒരു സ്ത്രീയുടെ ഭവനത്തിലേക്ക് ക്യൂൻ വിക്ടോറിയ കടന്നു ചെന്നു. അവരുമായി അല്പസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു തിരിച്ചുപോയി. ഉറച്ച ദൈവവിശ്വാസിയായ ഈ വിധവയെ അടിക്കടി പരിഹസിച്ചിരുന്ന തൻ്റെ അയൽപ്പക്കത്തുള്ളവർ അവരോട് ചോദിച്ചു, ഈ നാളുകളിൽ നിങ്ങളുടെ ഭവനം സന്ദർശിച്ച ഏറ്റവും പ്രമുഖ അതിഥി ആരായിരുന്നു? സംശയലേശമെന്നെ ആ വിധവ മറുപടി പറഞ്ഞു, മഹതിയായ ക്യൂൻ വിക്ടോറിയയാണ് എൻ്റെ ഭവനം സന്ദർശിച്ച ഏറ്റവും പ്രമുഖ അതിഥി. ഇത് കേട്ട് ചോദ്യം ഉന്നയിച്ചവർ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഉറച്ച ദൈവവിശ്വാസി ആയിരുന്നിട്ടും താങ്കൾ ദൈവത്തെ രണ്ടാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തി കളഞ്ഞുവല്ലോ. മഹതിയായ ക്യൂൻ വിക്ടോറിയയാണ് താങ്കളുടെ ഭവനം സന്ദർശിച്ച ഏറ്റവും പ്രമുഖ വ്യക്തിയെന്ന് താങ്കളിപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇതിന് ദൃഢതയോടുകൂടി ആ സ്ത്രീ ഉത്തരം പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളവനാണ്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഭവനത്തിൽ സ്ഥിരവാസിയാണ്. പിന്നെ ദൈവം എങ്ങനെ എൻ്റെ അതിഥിയായി മാറും? ഈ മറുപടിക്ക് മുന്നിൽ അവർ തല കുനിച്ചുപോയി. ഇപ്രകാരം യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനെ അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണി വന്നു പിറക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ അവൻ പ്രകാശമയമാക്കട്ടെ. നാം ഓരോരുത്തരും ചലിക്കുന്ന ദേവാലയങ്ങളാണ് എന്ന ഉൾബോധ്യം നമ്മളിൽ വന്ന് നിറയുവാൻ ക്രിസ്തുമസിൻ്റെ ഈ കാലഘട്ടം ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.